പല രൂപത്തിലും പല ഭാവത്തിലും ഇവിടെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഓരോ താരങ്ങൾ വന്നു പോകുന്നതല്ലാതെ ഒരു കഥയിൽ എല്ലാ താരങ്ങളുടെയും ശബ്ദം ചെയിനായിട്ട് നമ്മളൊരു കഥ കേൾക്കുന്നത് പോലെ ഇന്ന് അവതരിപ്പിക്കുകയാണ്. സുനാമി ദുരിതത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അമ്മയിലെ എല്ലാ താരങ്ങളും ഒട്ടുമിക്ക താരങ്ങളും ചേർന്ന് ഒരു തട്ടുകട ഇവിടെ ആരംഭിക്കുകയാണ്. ഈ തട്ടുകടയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയമുള്ളവരെ, ഞങ്ങൾ സിനിമാ താരങ്ങൾ ആരംഭിക്കുന്ന തട്ടുകടയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എടാ ജഗദീഷേ, നോക്കി നിൽക്കാൻ അനൗൺസ് ചെയ്ത് ആളെ കൂട്ടടാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞങ്ങൾ സിനിമാ താരങ്ങൾ ആരംഭിക്കുന്ന തട്ടുകടയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സഹാറ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ ഡബിൾ ഇരട്ടി ചൂടുള്ള ചൂടൻ ദോശകൾ, ചട്നികൾ, സാമ്പാറുകൾ, കൂടാതെ കിഴിച്ച കോഴിയും പിച്ചാത്തിയും. ഓ എടാ മറക്കരുതേ, കിഴിച്ച കോഴിയും പിച്ചാത്തിയും അല്ലടാ, പൊരിച്ച കോഴിയും ചപ്പാത്തിയും എന്ന് പറയടാ. അതെ, പൊരിച്ച കോഴിയും ചപ്പാത്തിയും. പിന്നെ കാലി പ്ലേറ്റ് ഞങ്ങൾ തരുന്ന ഗോംപ്ലേറ്റ് നിങ്ങൾക്കൊരു ഹൈലൈറ്റ് സാധനമായിരിക്കും. മോനെ ജേനിസേ, എന്താണ് കഴിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് നിൽക്ക്, വിശന്നിട്ട് പാടില്ല. എടാ പ്രേമ, നോക്കി വിൽക്കാതെ മാമുക്കോയ്ക്ക് ഒരു പ്ലേറ്റ് ഫുൾ ചില്ലി ചിക്കൻ എടുത്ത് കൊടുക്കടാ. മാമുക്കോയ്ക്ക് ചില്ലി ചിക്കനല്ല, പള്ളി ചിക്കൻ തന്നെ തരും. പിന്നൊരു കാര്യം, തൊട്ടപ്പുറത്ത് ആ കൊച്ചിൻ ഹനീഫയും നരേന്ദ്രപ്രസാദും കൂടെ ചേർന്ന് ഒരു തട്ടുകട നടത്തുന്നുണ്ട്. ഒരു സാധനം അവിടെ നിന്ന് മേടിച്ച് കഴിക്കരുത്, മൊത്തത്തിൽ തട്ടുകട. ഒമ്പാത്ത മുലപ്പാൽ ഒഴിച്ച പമ്പിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട, മിൽമേന്ന് പാക്കറ്റ് പാൽ ഒഴിച്ച പമ്പിലുണ്ടെങ്കിൽ വേണം ദോശകൾ കുത്തി കുടലിയാ പുറത്തിട്ടുള്ളേ. എന്നിട്ട് അതുകൊണ്ട് പോട്ടിക്കലുണ്ടാക്കി നിങ്ങൾക്ക് തന്നെ വരും. പാടവന്തികളെ മനോഹരമായിരിക്കുന്നു, അതിമനോഹരമായിരിക്കുന്നു നിന്റെ ഈ പെർഫോമൻസ്. വയലേലകളിൽ വിളഞ്ഞു നിൽക്കുന്ന എല്ലാട്ടിയെടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയെ ചുട്ടെടുക്കുന്ന ദോശ, അതിന് മാർദ്ദവം കൂടും. ഇറ്റ് ഈസ് വെരി നൈസ്. എന്റെ ദോശ തിന്നവരാരും ഇന്നുവരെ ജീവിച്ചിരുന്നിട്ടില്ല. ദോശമാവ് കൊഴ. സത്യത്തിൽ പൊറോട്ട എന്ന് കേട്ടപ്പോഴേ എന്റെ കരണത്തടിച്ചതുപോലെ എനിക്ക് തോന്നി. പൊറോട്ട ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അമേരിക്കൻ മാവ് കുഴച്ചെടുത്ത് അടിച്ചു പരത്തി ഉണ്ടാക്കിയ സാധനം. ഒരു ബാബു നമ്പൂതിരി വിചാരിച്ചാലും പൊറോട്ട ഉണ്ടാക്കാൻ കഴിയും. എന്താ സംശയമുണ്ടോ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കണത്? പറയുന്ന എന്റെ സിലോൺ കോഴി ഈ വീട്ടുമുറ്റത്ത് കിടന്ന് പെട്ടഞ്ഞ് മരിച്ചിട്ട് ഞാൻ മറക്കണോ? എന്റെ വാഴരാമൻ കോഴിയെ വളർത്തിയില്ല, എന്റെ സ്വാമിനാഥൻ കോഴിയെ വളർത്തിയില്ല. ഇനി നീ പറഞ്ഞ പേരാണെങ്കിൽ ഈ 500 കഴിക്കുന്നത് ഒരു ഡബിൾ ഓംപ്ലേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നീ പറഞ്ഞ നുണയാണെങ്കിൽ അപ്പോഴും 500 കഴിക്കുന്നത് ഒരു സിംഗിൾ ഓംപ്ലേറ്റ് ആയിരിക്കും. അല്ല പിള്ള സാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ചുറ്റിപ്പോകും. ഞാനാണ് ഈ തട്ടുകട നടത്തുന്നതെങ്കിൽ അരി ഞാൻ അരയ്ക്കും, മാവ് ഞാൻ കുഴയ്ക്കും, ദോശ ഞാൻ ചുടും, സമ്മന്തിയും ഞാൻ അരയ്ക്കും, ഈ വണ്ടി ഞാൻ തള്ളിക്കൊണ്ടിരുന്ന് വിൽക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ താൻ ഒറ്റയ്ക്ക് തിന്നുകയും ചെയ്യും. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ മേനോൻ? താനെന്ത് വിട്ടിട്ടൊക്കെയാണോ ഈ വിളിച്ചു പറയുന്നത്? മര്യാദയ്ക്ക് ഈ തട്ടുകൾ ഇന്ന് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്ക് പോലും അറിയാൻ പാടില്ല. പറഞ്ഞേക്കാം, ഇവിടെയൊന്നും കിട്ടിയില്ല, ഇവിടെയൊന്നും കിട്ടിയില്ല. എനിക്ക് വിശക്കുന്നു, മനുഷ്യനെ പോലെ വിശക്കുന്നു. താനെന്തുവാടോ വാലും തലയിലാണ് സംസാരിക്കുന്നത്? ഇതോ വിശക്കുന്നവന് ആഹാരം കൊടുക്കേണ്ടത്, അല്ലാണ്ട് തിന്ന് വയറ് വീർത്തവനല്ല. അതിരികാത്തും മലയുന്നു തുടുത്തേ തുടുത്തേ തകതകതാ, അങ്ങു കിഴക്കത്തെ ചെന്താമരക്കുളിരിൻ പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തകതകതാ. നെടുമുടി വീണു, വിശന്ന് ഭ്രാന്ത് മൂത്തിട്ട് പാട്ടും പാടി പോണ പോക്ക് കണ്ടില്ലേ? കഷ്ടമെന്നല്ലാണ്ട് എന്ത് പറഞ്ഞു. ഗുരുവായൂരപ്പാ, അതെ ഞാനെത്തി. അവിടെ ഒരു തീറ്റി മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നിങ്ങളിങ്ങനെ ഒറ്റ തുടങ്ങിയ കാര്യം. പിന്നെ അവിടെ അധികമൊന്നും കഴിച്ചിട്ടില്ല. ഇനി ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാൻ. പിന്നെ അത് ഭാര്യ അറിയണ്ട, അറിഞ്ഞാൽ അവളെനിക്കൊന്നും തരില്ല. അല്ല ഇത് ആരാ വരുന്നത്? മൗസാറല്ലേ? ഇവിടെ ജയിച്ചേ എനിക്ക് കഴിക്കാൻ എൻ്റെ ദോശയാടാ.
ചട്ടി ചൂടാവട്ടെ ചേട്ടാ. ചട്ടി ചൂടാവണ പട്ടി നീക്ക് ദോശയുണ്ട്. മുട്ട തിന്നാൻ ഒരു ആഗ്രഹം കൊണ്ട് പണ്ട് ഞാൻ ഒരു കോഴിയെ വളർത്തി. അത് വളർന്ന് വലുതായപ്പോഴാണ് അറിഞ്ഞത് അതൊരു പൂവൻ കോഴിയാണ്. അന്ന് തീർന്നാണ് മുട്ട തിന്നാനുള്ള ഒരു ആഗ്രഹം. ഞാൻ മുട്ടയുടെ കാര്യം പറയുമ്പോൾ സുരേഷ് ഗോപി എന്തിനാണ് കോഴി മുട്ടയിൽ തന്നെ കാണിക്കുന്നത്? ഓർമ്മയുണ്ടോ ഈ മുട്ട? ഓർമ്മ കാണില്ല. ഒരുപാട് മുട്ട കൊണ്ട് ഇങ്ങനെ ഓംപ്ലേറ്റ് എടുത്ത് കഴിച്ചതല്ലേ? ചിലപ്പം മറന്നു കാണാം. അന്ന് ഞാൻ കണ്ണൂരിൽ കോഴിയെ വളർത്തുന്നു. നിലാവട്ട തഴിഞ്ഞാരി ഒരു കോഴിയെ പിടിച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് തന്നു. അന്ന് കരഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാറിന്റെ കോഴിക്ക് വസന്തയാണ്. യെസ്, ഐ ആം സുരേഷ് കോഴി. ജസ്റ്റ് ഡിസംബർ ദാറ്റ് ഷിറ്റ്. ഓ വൃത്തികെട്ടവൻ. അന്ന് ഷിറ്റെന്ന് പറയും. അത് കേട്ട് ഷിറ്റിടാൻ ഇവിടെ കുറെ കോഴികളും. മുഖ്യമന്ത്രിയും എത്തി. പെട്ടെന്ന് ഇവിടെ എല്ലാവരും ഒന്ന് മാറിക്കേ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളെ ഇപ്പോൾ കേരളത്തിൽ ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ സുനാമി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഭ്രാന്ത് പിടിച്ചിരിക്കും. അതെൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ. അതേപോലെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ എത്ര രൂപയാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങ് തന്നാലേ ഞാൻ അങ്ങ് വയ്ക്കുള്ളൂ. ഞങ്ങളെല്ലാം കൂടെ ഒരു 3 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് വന്നോളൂ. അല്ല സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് സുനാമി ഫണ്ടിലേക്ക് തന്നെ പോകുള്ളൂ ഈ പൈസ? എന്ന് പറഞ്ഞാൽ ഈ സുനാമി ഇനി എപ്പോഴാണ് വരുമെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തൽക്കാലം ഇത് സുനാമിയിലേക്ക് പോവില്ല, ഈ എൻ്റെ ബിനാമിയിലേക്ക് പോകും.